ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബിനോയിലേക്ക് മറ്റൊരു വാർത്തയുമായി വരികയാണ്. അതായത് അതിക്രമിച്ചു കയറി ശബരിമല പൊന്നമ്പലമേട്ടിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാജേന്ദ്രൻ കറുപ്പയ്യ, സാബു മാത്യു എന്നിവരെയാണ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 7 പേർക്കായി ഇപ്പോഴും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ബിനോയ്, ഇത് കഴിഞ്ഞ 8-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പൊന്നമ്പലമേട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത് ഒരു വനമേഖല കൂടിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ഇതിനകത്ത് വനം വകുപ്പിന്റെ FIR നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായും 1971 വനം നിയമം വകുപ്പ് 2157 അനുസരിച്ച് അതിക്രമിച്ച് കയറിയതിനാണ് കേസെടുത്തിരിക്കുന്നതിന്. ഇതിന് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. ഇനി നമുക്ക് കേസിലേക്ക് കടക്കുകയാണെങ്കിൽ FIRൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മാസം 15-ന് മുമ്പ് 15-ാം തീയതിക്ക് 7 ദിവസം മുമ്പാണ് സംഘം ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ഈ പൊന്നമ്പലമേട്ടിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് വനം വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. വനം വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് 2 പേരെ വനം വികസന കോർപ്പറേഷനിലെ സൂപ്രണ്ടായ രാജേന്ദ്ര കറുപ്പയ്യ, അതുപോലെ തന്നെ അതിലെ ഉദ്യോഗസ്ഥനായ സാബു മാത്യു എന്ന 2 പേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. കാരണം ഈ വനം വകുപ്പിലെ വനം വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ നേരത്തെ പറഞ്ഞിരുന്നത് 5 അംഗ സംഘമാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് 12 അംഗ സംഘത്തിന് പത്തനംതിട്ടയിലെത്തി പത്തനംതിട്ടയിൽ നിന്നും ചിറ്റാർ വഴി മൂഴിയാർ ആ വഴി നേരെ ഈ പൊന്നമ്പലമേട്ടിലേക്ക് എത്താൻ അവസരമൊരുക്കുകയും ഇവരെ അവിടേക്ക് കയറ്റിവിട്ടതിന് നേതൃത്വം നൽകിയതും ഈ 2 പേരാണെന്ന് പറയുന്നു. എന്നാൽ അവസാന വിവരം കിട്ടുന്നതനുസരിച്ച് 8ഓളം പേരെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ 2 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. മറ്റൊരു കാര്യമുള്ളത്, ഈ പൊന്നമ്പലമേട് പ്രദേശത്ത് ആർക്കും തന്നെ പ്രവേശിക്കാൻ അനുമതിയില്ല. ഇത് വനം വകുപ്പിന്റെ ഏറ്റവും വളരെ അതീവ സുരക്ഷാ മേഖലയായി കരുതപ്പെടുന്ന പ്രദേശമാണ്. നേരത്തെയും ഈ സ്ഥലത്ത് പൂജ നടത്തിയത് 10 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു സംഘം പൂജ നടത്തിയത് വലിയ വിവാദമാവുകയും ഹൈക്കോടതി ഇടപെടുകയൊക്കെ ചെയ്തതിനു ശേഷം വനം വകുപ്പ് ഈ പ്രദേശം പൂർണ്ണമായും താഴിട്ട് പൂട്ടി, അതായത് അങ്ങോട്ടേക്ക് പോകുന്ന വഴികൾ പൂർണ്ണമായും അടച്ച് താഴിട്ട് പൂട്ടിയ അവസ്ഥയിലാണ്. അവിടേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കല്ലാതെ പുറത്തു നിന്ന് ആർക്കും അവിടെ കയറാൻ പറ്റില്ല. ഇനി ഒരാൾ അവിടെ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം വേണം. അത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ഇവർ വനം വകുപ്പിന്റെ വനം വികസന കോർപ്പറേഷൻ, അതായത് ഈ നമ്മൾ പറയുന്ന ഗവി മേഖലയിൽ വനം വികസന കോർപ്പറേഷന്റെ ഓഫീസുണ്ട്. ഇവർ പ്രധാനമായും വരുന്ന ടൂറിസ്റ്റുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന, താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആണ് ഈ വനവികസന കോർപ്പറേഷന്റെ അവിടുത്തെ ജോലി. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, കാരണം വനവികസന കോർപ്പറേഷനിലാണ് അവിടെ ടൂറിസ്റ്റുകളെ വിവിധ മേഖലകളിലേക്ക് ട്രക്കിങ്ങിനും മറ്റുമൊക്കെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ വനത്തിലൂടെ യാത്രയ്ക്ക് സഹായിക്കുന്ന, സ്ഥലങ്ങൾ കാണാൻ കൊണ്ടുപോകുന്നതൊക്കെ വനം വികസന കോർപ്പറേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിൽ വനം വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ നാരായണസ്വാമി, മലയാളിയായ നാരായണസ്വാമിയും തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘവും പൊന്നമ്പലമേട്ടിൽ കടന്നു കയറി പൂജ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്ര കറുപ്പയെയും സാബു മാത്യുവിനെയും വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നവരെ റാന്നി കോടതിയിൽ ഹാജരാക്കും. കൂടെ 8 അംഗ സംഘം കൂടിയുണ്ട്. 8 അംഗ സംഘം എന്ന് പറയുമ്പോൾ വനം വികസന കോർപ്പറേഷനിലെ ഒരുപക്ഷെ ജീവനക്കാരായിരിക്കും, അല്ലെങ്കിൽ ഗൈഡുമാരായിരിക്കും, അല്ലെങ്കിൽ ഈ അവിടെ എത്തുന്ന സന്ദർശകരെ സഹായിക്കുന്ന മറ്റു തരത്തിലുള്ള ആളുകളായിരിക്കും. അങ്ങനെ ഇവരുടെയൊക്കെ സഹായം പറ്റിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നാരായണസ്വാമിയും സംഘവും ഇവിടെ എത്തി ഇത്തരത്തിൽ പൂജ നടത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു, വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. കാരണം ദേവസ്വം ബോർഡ് അതൊരു വലിയ വിവാദ പ്രശ്നമായി മാറ്റിയിരിക്കുകയാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ അവരുടെ മകരവിളക്കുമായി ബന്ധപ്പെട്ട വലിയ പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പൊന്നമ്പലമേട്. അതുപോലെ ശബരിമലയുടെ മൂലക്ഷേത്രമായി കണക്കാക്കപ്പെടുന്ന പ്രദേശം കൂടിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഭക്തിയുമായി ബന്ധപ്പെട്ട് വളരെ ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് കർശന നടപടി സ്വീകരിക്കണമെന്ന് പോലീസിനോടും വനം വകുപ്പിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഈ വനം വികസന കോർപ്പറേഷനിലെ 2 ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് നീങ്ങും. അതേസമയം ഈ സംഘത്തിന് നേതൃത്വം നൽകിയ നാരായണസ്വാമി തൃശൂർ സ്വദേശിയാണ്. ഇയാൾ മറ്റെവിടെയോ ഒളിവിലാണ് എന്നാണ് അറിയാൻ. ഇന്നലെ ഇയാളുടെ ഒരു വീഡിയോ
സന്ദേശം പുറത്തു വന്നിരുന്നു. ഇയാൾ ആ സ്ഥലത്ത് പോയി എന്ന് തന്നെയാണ് പറയുന്നത്. പോയിരുന്നു, അവിടെ പൂജ നടത്തിയിരുന്നു. എന്നാൽ മറ്റ് തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അസ്വാഭാവികമായ ഒരു പൂജ മാത്രമാണ്. അതിൽ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയുന്നൊരു സന്ദേശമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇയാളോടൊപ്പം ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വലിയ സംഘമായിരുന്നു. ഇതൊരു വലിയ വിവാദമാകാൻ പ്രധാനപ്പെട്ട കാരണം മകരവിളക്ക് ദിവസങ്ങളിൽ പൂജാതി കർമ്മങ്ങൾക്കും മകരവിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടി പോകുന്ന സംഘത്തിന് മാത്രമാണ് അവിടേക്ക് പ്രവേശനമുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ അവിടേക്ക് ആരെയും കടത്തിവിട്ടിട്ടില്ല. അങ്ങനെ ആ പ്രദേശത്ത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഘം അവിടെ എത്തുന്നതും ഈ പൂജകൾ നടത്തുന്നതും? അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കൃത്യമായി പറയുന്നു, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ഉണ്ടായിരിക്കും. അത്തരത്തിൽ സഹായം ചെയ്തത് വനം വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകും. ഈ കേസ് പോലീസിന് ഈ രണ്ടുപേരെ ഉൾപ്പെടെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന് കൈമാറാനാണ് സാധ്യത. അതേസമയം ഈ പൂജ നടത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ നാരായണസ്വാമിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അയാളുടെ അറസ്റ്റും 1-2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. ഭദ്ര. വ്യക്തമാണ് ബിനോയ്. അതിക്രമിച്ച് കയറി ശബരിമല പൊന്നമ്പലമേട്ടിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രാജേന്ദ്രൻ, കറുപ്പയ്യ, സാബു, മാത്യു എന്നിവരാണ് ഇന്നലെ അറസ്റ്റിലായത്. ഇന്നലെ രാത്രിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതേസമയം 7 പേർക്കായി അന്വേഷണം ഇപ്പോഴും ഊർജിതമാക്കിയിരിക്കുകയാണ്. പൂജ നടത്തിയ നാരായണസ്വാമി ഉൾപ്പെടെയുള്ളവരാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ വിഷയം വളരെ ഗൗരവതരമാണ് എന്നാണിപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുള്ളത്. ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.